ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ അഗെയിൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ഡിസീസാണ്, അതാണ് ഹിമോഫീലിയ. എന്താണ് ഹിമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് ഹിമോഫീലിയ? ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ് അല്ലേ? അതൊരു ജനിതക രോഗമാണ്, ജനറ്റിക് ഡിസീസാണ്, അത് മാത്രം നമുക്കറിയാം. പിന്നെ എന്താ ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ? ഹിമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു മുറിവിലൂടെ പോലും ഒരുപാട് രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ബ്ലഡ് ലോസ്, എക്സസ് ബ്ലഡ് ലോസ് ഈവൻ ത്രൂ സ്മോൾ വൂൺസ്. കുഞ്ഞു ചെറിയ മുറിവിലൂടെ പോലും ഒരുപാട് രക്തനഷ്ടം ഉണ്ടാവുന്ന രോഗാവസ്ഥയാണ് ഹിമോഫീലിയ. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ നമുക്കൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കോ? ഇത് ബ്ലഡാണ്, ഇത് മൊത്തം ബ്ലഡാണേ. ബ്ലഡ് നമുക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കോ? ഇല്ല. ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കുറേ പ്രോട്ടീൻ വന്ന് RBC വന്ന് ഇങ്ങനെ ഒരുപാട് പ്ലേറ്റ്ലെറ്റ് വന്ന് ഇവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് അവിടെ നിന്ന് സീൽ ചെയ്യും ഇല്ലേ? അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവും, ബ്ലഡ് ക്ലോട്ട്. പക്ഷേ ഇവരുടെ കേസിൽ, ഹിമോഫീലിയ ഉള്ള പേഷ്യൻസിന്റെ കേസിൽ ഈ ബ്ലഡ് ക്ലോട്ട് സംഭവിക്കില്ല. അത് എന്തുകൊണ്ടായിരിക്കും സംഭവിക്കാത്ത? യെസ്, വെരി ഒബ്വിയസ് ആണല്ലേ. നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, നമ്മളെ ബ്ലഡ് ക്ലോട്ടിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് എന്ത് സംഭവിക്കാത്തത്? ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാത്തത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഈ പ്രോട്ടീൻ നമുക്ക് എങ്ങനെയാണ് ഈ ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റുമോ? പോസിബിൾ ആണോ? ഈ ഡിസീസിന് ഒരിക്കലും പെർമനന്റ് ക്യൂർ ഇല്ല. നമുക്കൊരു ടെമ്പററി ക്യൂർ ആണ് ഉള്ളത്. ടെമ്പററി റിലീഫ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പ്രോട്ടീൻ ആണോ ഇല്ലാത്തത്, ഇതിപ്പോൾ ഒരുപാട് പ്രോട്ടീൻ നമുക്കറിയാം, ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ത്രോംബോപ്ലാസ്റ്റിൻ, ത്രോംബിൻ, പ്രോത്രോംബിൻ ഇല്ലേ? ഇങ്ങനെ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രോട്ടീൻ ആണ് ഈ ബോഡിയിൽ ഇല്ലാത്തത്, ആ പ്രോട്ടീനെ കണ്ടെത്തിയിട്ട് കുത്തിവെക്കാം. ഓക്കെ, ഡെഫിഷ്യൻ്റ് പ്രോട്ടീനെ കണ്ടെത്തിയിട്ട് കുത്തിവെക്കുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ശമനം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. Analyze the following statement and answer the questions. Though hemophilia is not completely curable, temporary relief can bring in. How temporary relief can bring in? എങ്ങനെയാണ് കൊണ്ടുവരിക? എങ്ങനെയാണ്? ഡെഫിഷ്യൻ്റ് പ്രോട്ടീനെ കണ്ടെത്തിയിട്ട് കുത്തിവെക്കുന്നതിലൂടെയാണ്. ഐഡന്റിഫൈങ് ദ ഡെഫിഷ്യൻ്റ് പ്രോട്ടീൻ ആൻഡ് ഇൻജെക്ടിങ്. അതാണ് ഒന്നാമത്തെ ടെമ്പററി റിലീഫ് എന്ന് പറയുന്നത്, താൽക്കാലിക രോഗശമനം. ഏത് പ്രോട്ടീനാണോ തകരാറിലായത്, ആ പ്രോട്ടീനെ കണ്ടെത്തിയിട്ട് കുത്തിവെക്കുന്നതിലൂടെ. ഇനി വൈ കംപ്ലീറ്റ് ക്യൂർ ഇസ് നോട്ട് പോസിബിൾ? പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഇതൊരു ജനിതക രോഗമാണ്, ഒരു ജനറ്റിക് ഡിസീസ് ആയതുകൊണ്ടാണ് നമുക്കിതിന് പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹിമോഫീലിയ നമുക്ക് മനസ്സിലായില്ലേ? ഈവൻ ത്രൂ സ്മോൾ വൂൺസിലൂടെ പോലും ഒരുപാട് ബ്ലഡ് ലോസ് ആവുന്ന ഒരു രോഗാവസ്ഥയാണെന്ത്? ഹിമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ?